കർത്താവിൻ്റേത് പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന ഇന്നത്തെ ചിന്ത യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ വേദഭാഗം. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. വലിയ പ്രവാചകനെന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട പദങ്ങളാണ് 60-ാം അധ്യായത്തിൽ നമ്മെ വിളിച്ചറിയിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നാം ഉപയോഗിക്കപ്പെടാനുള്ള, നാം ശോഭിക്കാനുള്ള അനുഗ്രഹിക്കപ്പെട്ട സമയം ആമേൻ സ്തോത്രം വന്നിരിക്കുകയാണ്. 60-62 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമേറിയ അധ്യായങ്ങളാണ് യെശയ്യാവിൻ്റെ പുസ്തകം 60-62 അധ്യായങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ആ അധ്യായങ്ങളിൽ. എങ്കിലും അവിടെ കാണാൻ കഴിയുന്നത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നതിനെയും ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളോടെ നമുക്ക് കാണാൻ കഴിയുന്നു. കാലങ്ങളായി ദൈവജനം പ്രാർത്ഥിക്കുകയാണ്, ഒരു പ്രകാശത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി. ഞങ്ങൾക്കൊരു വിടുതൽ കാണുവാൻ കഴിയുമോ എന്ന് താങ്കൾ പ്രാർത്ഥിക്കുകയാണ്. 58-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കാണുമ്പോൾ അവിടെ കാണുകയാണ്, അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അപ്പോൾ നീണ്ട 70 വർഷത്തിൽ ഇരുളിലായിരുന്ന, ഇരുട്ടിൻ്റെ സ്വാധീനത്തിലായിരുന്ന ദൈവജനം പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രകാശത്തിനു വേണ്ടി, ഒരു വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വളരെ വലിയൊരു പ്രകാശത്തിനു വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവരുടെ കാത്തിരിപ്പ്, ആമേൻ സ്തോത്രം, അവരുടെ പ്രാർത്ഥന അത് വെളിപ്പെടുമ്പോൾ 60-ാം അധ്യായത്തിൽ യെശയ്യാവ് പറയുകയാണ്, അവർ മടങ്ങി വന്നതിന് ശേഷം എഴുന്നേറ്റ് പ്രകാശിക്കുക. അതേ, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു. ആ സമയത്ത് യെശയ്യാവ് പറയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ള അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിലും സമാഗമന കൂടാരത്തിലുമുള്ള തേജസ് അത് മടങ്ങി വന്നവരുടെ മേൽ വെളിപ്പെട്ടു വരുന്നു എന്ന് യെശയ്യാവ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ, നാളിതുവരെ സംഭവിക്കാത്ത ഒരു വലിയ വിടുതൽ, വലിയ മഹത്വം, തേജസ് അത് മടങ്ങി വന്നവൻ്റെ മേൽ വെളിപ്പെട്ടു വരുമെന്ന് കാണുവാൻ കഴിയുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ 60-ാം അധ്യായം പഠിക്കുമ്പോൾ പ്രകാശിക്കുക എന്നുള്ളതും കൂരിരുട്ട് മാറുക എന്നുള്ളതും മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞവർ മടങ്ങി വരുന്നതും, ദൈവത്തിന് സ്തോത്രം, നമ്മെ തേടി ചില അനുഗ്രഹിക്കപ്പെട്ട വിടുതലുകൾ വെളിപ്പെടുന്നു എന്നുള്ള പദങ്ങളൊക്കെ നമുക്കവിടെ പഠിക്കാൻ കഴിയുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നമ്മുടെ സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ ജാനുവരി മാസത്തിൽ 2025 പ്രാരംഭ മാസത്തിൽ തന്നെ, അതേ കാലാകാലങ്ങളായി നാം പ്രാർത്ഥിക്കുന്ന, എനിക്ക് ശോഭിക്കാൻ പറ്റുമോ, എനിക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയുമോ, ഞാൻ ഇങ്ങനെ ഇരുന്നു പോകത്തേയുള്ളോ, ഇങ്ങനെ അവസാനിച്ചു പോകത്തേയുള്ളോ എന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്ന് മറുപടി പറയുകയാണ്. അത് നാം ശോഭിക്കാനുള്ള അനുഗ്രഹിക്കപ്പെട്ട സമയം വെളിപ്പെട്ടു നിൽക്കുകയാണ്. അതേ, നാം എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ, നാം എഴുന്നേൽക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നെങ്കിൽ, നമ്മെ ഉപയോഗിക്കുവാൻ, നമ്മെ ശോഭിപ്പിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ ചലിക്കുവാനിടയായിത്തീരുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു എഴുന്നേൽപ്പ് തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയും? ഞാൻ എഴുന്നേൽക്കാനുള്ള എൻ്റെ സമയം വെളിപ്പെട്ടു നിൽക്കുകയാണ്. നാം എഴുന്നേറ്റാൽ പ്രകാശിക്കുവാനിടയായിത്തീരും. നാം എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ പ്രകാശിക്കും, നിശ്ചയമായി പ്രകാശിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇരുളിൻ്റെ ശക്തികളെ വഴിമാറ്റിവിട്ട് നമ്മളെ പ്രകാശിപ്പിക്കുവാൻ, നമ്മെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇനി നാം താഴോട്ട് പോകുകയല്ല, പ്രകാശിക്കാൻ പോകുന്ന സമയമാണ്, ഉപയോഗിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. ദൈവത്തിന് സ്തോത്രം. 1-2 വേദഭാഗങ്ങളുടെ ഓർമ്മിപ്പിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ദബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു.
ദെബോരയ്ക്ക് ഒരു നിയോഗം കിട്ടുകയാണ്. താൻ എഴുന്നേൽക്കാനുള്ള സമയം. എന്താണ് താൻ എഴുന്നേൽക്കാനുള്ള സമയം വെളിപ്പെട്ട് നിൽക്കുന്നത്? അന്ന് തകർന്നു കിടക്കുന്ന, ഉടഞ്ഞു കിടക്കുന്ന ആ സമൂഹത്തിനകത്ത് താൻ എഴുന്നേൽക്കണമെന്ന് തനിക്കൊരു നിയോഗം വെളിപ്പെടുകയാണ്. എന്തിനാണ് ദെബോര എഴുന്നേൽക്കുന്നത്? അവിടെ കാണാൻ കഴിയുന്നു. എന്തിനാണ്? ചിലതിൻ്റെ പ്രാണനെ പിടിച്ചു നിർത്തുവാൻ, നിലനിർത്തുവാൻ വേണ്ടി. അതേ പ്രിയപ്പെട്ടവരെ, ചില പ്രാണനെ പിടിച്ചു നിർത്താൻ, നിലനിർത്താൻ വേണ്ടി നാം എഴുന്നേൽക്കേണ്ട ആവശ്യകത വന്നിരിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ നിയോഗം ഏറ്റെടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപ ഏറ്റെടുത്തുകൊണ്ട് എഴുന്നേൽക്കുന്നെങ്കിൽ ചില പ്രാണനെ നിലനിർത്തുവാൻ, ചില ജീവിതങ്ങളെ പിടിച്ചു നിർത്തുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ്: ഒതുങ്ങിക്കിടക്കുന്ന ചിലതിനെ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ, അവിടെ കിടന്ന് ഒതുങ്ങിപ്പോയതിനെ, ചിലതിനെ എഴുന്നേൽപ്പിക്കാനുള്ളൊരു നിയോഗം യെശയ്യാവിൻ്റെ പുസ്തകത്തിലൂടെ യെശയ്യാവ് ദൂത് മുഖേന വിളിച്ചു പറയുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കണം. എന്തിനാണ്? ചില പ്രാണനെ നിലനിർത്തുവാൻ, ഒതുങ്ങിപ്പോയ ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ നാം നിയോഗം ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യകരമായ കാര്യം വന്നിരിക്കുകയാണ്. അടുത്ത വേദഭാഗം പഠിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 41 അധ്യായം 8 മുതൽ 11 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദാവീദ് ഇങ്ങനെ സ്തോത്ര പദങ്ങൾ പറയുകയാണ്: ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതിക ഉയർത്തിയിരിക്കുന്നു. വളരെ ശ്രദ്ധേയമായ പദങ്ങളാണ് ദാവീദ് അവിടെ പറയുന്നത്. ഒരു ദുർവ്യാധി പിടിച്ചു കിടക്കുന്ന അവസരത്തിൽ അവൻ എഴുന്നേൽക്കത്തില്ല എന്ന് പലരും പറയുകയാണ്. അവൻ ആ ദുർവ്യാധി പിടിച്ച് അവിടം കൊണ്ട് അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, പലരും നമ്മെ നോക്കി വിധി എഴുതി കാണും. പലരും നമ്മെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞു കാണും: ഈ സാഹചര്യത്തിനകത്ത്, ഈ പ്രതികൂലത്തിനകത്ത്, ഈ പ്രതിസന്ധിക്കകത്ത് അവൻ അവസാനിച്ചു, അങ്ങ് അവസാനിച്ചു പോയെന്ന് ഒരുപക്ഷെ വിലയിരുത്തിയവർ കാണും, വിധി എഴുതിയവർ കാണും. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദാവീദ് എഴുന്നേൽക്കുകയില്ല എന്ന്. ദാവീദ് തൻ്റെ ഭാഷയിൽ പറയുകയാണ്: എൻ്റെ അപ്പം തിന്നവനും എൻ്റെ പ്രാണസ്നേഹിതൻ പോലും പറയുക, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല. അതിൻ്റെ നടുവിൽ എഴുന്നേൽപ്പിക്കാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ സമയത്തും ചലിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതേ, ഇത് നാം ശോഭിക്കാനുള്ള സമയമാണ്. നാളിതുവരെ ഒതുങ്ങിയിരുന്നത്, നാളിതുവരെ നമ്മെ ഒതുക്കിക്കളഞ്ഞ മേഖലകൾക്കകത്തുനിന്ന് നാം എഴുന്നേൽക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മെ ഉപയോഗിക്കുവാൻ സ്തോത്രം പ്രാണൻ തകർന്നു പോകുന്ന, പ്രാണൻ നിലനിൽക്കത്തില്ലെന്ന് പറയുന്ന ചിലരുടെ പ്രാണനെ നിലനിർത്തുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒതുങ്ങിക്കിടക്കുന്ന ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ നാം എഴുന്നേൽക്കേണ്ട ആവശ്യകത വന്നിരിക്കുകയാണ്. ഈ 2025 നാം ശോഭിക്കാനുള്ള സമയമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ വചനങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാളിതുവരെ നാം ഒതുങ്ങിപ്പോയെന്ന് പറഞ്ഞ, നാളിതുവരെ നാം ഇരുന്നു പോയെന്ന് പറഞ്ഞ, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല, ഇതോടെ അവൻ അവസാനിച്ചു എന്ന് പറഞ്ഞ ചില വാക്കുകൾക്ക് മുമ്പേ, ചില വിലയിരുത്തലുകൾക്ക് മുമ്പിൽ നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ സന്നദ്ധനായ കർത്താവ് ഇന്ന് ഈ സമയത്തും നാം ആയിരിക്കുന്ന ഇടത്ത് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുവാണ്. വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. അതെ, നാം ശോഭിക്കാൻ പോകുന്നു, നാം ഉപയോഗിക്കപ്പെടാൻ പോകുന്നു. നാം ഉപയോഗിക്കപ്പെടത്തില്ലെന്ന് നമ്മുടെ ബുദ്ധി പോലും നമ്മളോട് പറഞ്ഞ ചില സാഹചര്യങ്ങൾ കണ്ടേക്കാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നാം അവിടം കൊണ്ട് അവസാനിക്കുമെന്ന് ബുദ്ധി പറഞ്ഞെടുത്ത് ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു: എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ, പ്രകാശം ഉദിപ്പിക്കാൻ കരുത്തുള്ള ദൈവം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ മിനിസ്ട്രിയുടെ മേൽ, നാം ആയിരിക്കുന്ന സകല സാഹചര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുവാനിടയിൽ തീരും. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ദൈവാശ്രയബോധ്യത്തോടെ നമുക്ക് എഴുന്നേൽക്കാം. അതേ, നാം ശോഭിക്കാൻ തുടങ്ങുന്നു. ചിലരുടെ എഴുന്നേൽപ്പിന് വേണ്ടി, ചിലരെ നിലനിർത്താൻ വേണ്ടി നമ്മെ എഴുന്നേൽപ്പിക്കാൻ ദൈവശക്തനാണ്. നാം എഴുന്നേൽക്കാൻ, ശോഭിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. Thank you.